7th of August 2025 ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിൽ ഓസ്ട്രേലിയ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതേപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നേരത്തെ ഓസ്ട്രേലിയൻ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് C1 അഡ്വാൻസ്ഡ്, IELTS, TOEFL, PTE, OET ഇത്രയും ടെസ്റ്റുകളായിരുന്നു അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ചേഞ്ചസ് വെച്ചിട്ട് കുറച്ച് ടെസ്റ്റുകൾ ആഡ് ആയിട്ടുണ്ട്. MET അഥവാ മിഷിഗൺ ഇംഗ്ലീഷ് ടെസ്റ്റ്, ലാംഗ്വേജ് സെർട്ട് അക്കാദമിക് ടെസ്റ്റ്, സെൽപിപ്പ് അഥവാ കനേഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇൻഡെക്സ് പ്രോഗ്രാം ജനറൽ. അപ്പോൾ ഇത്രയാണ് പുതിയതായിട്ട് ആഡ് ആയിരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഓൺലൈനായിട്ട് ഡെലിവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റുകൾ ഓസ്ട്രേലിയ സ്റ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒട്ടുമിക്ക വിസകളുടെയും മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് കോമ്പിറ്റന്റ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ സ്കോറുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. IELTS അക്കാഡമിക് ആൻഡ് ജനറൽ എല്ലാ മൊഡ്യൂളിനും 6 വീതം വേണം. അതേപോലെ തന്നെ OSR അക്സെപ്റ്റബിൾ ആണ്, 1 സ്കിൽ റീടേക്ക്. അതായത് ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് നിങ്ങൾ 6ൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുത്തിട്ട് ക്ലബ് ചെയ്യാനായിട്ട് അനുവദനീയമാണ്. OETക്ക് ഓവറോൾ സ്കോർ അല്ല, ഇൻഡിവിജ്വൽ സ്കോറാണ് പറയുന്നത്. അപ്പോൾ ലിസണിങ്ങിന് നിങ്ങൾക്ക് 290 വേണം, 310 ഫോർ റീഡിംഗ്, 290 ഫോർ റൈറ്റിംഗ്, അഗെയിൻ 330 ഫോർ സ്പീക്കിംഗ്. ഇതാണ് OETയുടെ ഒരു പുതിയ സ്കോറിംഗ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് PTE അക്കാഡമിക്കിൻ്റെ സ്കോറുകളാണ്. ലിസണിങ്ങിന് 47 ഫോർ ലിസണിംഗ്, 48 ഫോർ റീഡിംഗ്, 51 ഫോർ റൈറ്റിംഗ്, 54 ഫോർ സ്പീക്കിംഗ്. ഇതാണ് PTEയുടെ പുതിയ സ്കോർ വരുന്നത്. അടുത്തത് TOEFL IBTയുടെ ആണ്. 16 ഫോർ ലിസണിംഗ്, 16 ഫോർ റീഡിംഗ്, 19 ഫോർ റൈറ്റിംഗ് ആൻഡ് 19 ഫോർ സ്പീക്കിംഗ്. ഇങ്ങനെയാണ് TOEFLന്റെ വരുന്നത്. ഇനി ലാംഗ്വേജ് സെർട്ട് അക്കാഡമിക് ടെസ്റ്റ്, അതിന് 57 ഫോർ ലിസണിംഗ്, 60 ഫോർ റീഡിംഗ്, 64 ഫോർ റൈറ്റിംഗ്, 70 ഫോർ സ്പീക്കിംഗ്. ഇനി മെറ്റിന്റെ സ്കോർ വരുന്നത് 56 ഫോർ ലിസണിംഗ്, 55 ഫോർ റീഡിംഗ്, 57 ഫോർ റൈറ്റിംഗ്, 48 ഫോർ സ്പീക്കിംഗ്. ഇനി സെൽപിപ്പ് ജനറലിന് എല്ലാ മൊഡ്യൂളിനും ഇൻഡിവിജ്വൽ 7 സ്കോർ വേണം. ലിസണിങ്ങും റീഡിങ്ങും സ്പീക്കിങ്ങും റൈറ്റിങ്ങിനും 7 സ്കോർ വേണം. ഇനി കേംബ്രിഡ്ജ് C1 അഡ്വാൻസ്ഡ് ടെസ്റ്റ്, 163 ഫോർ ലിസണിംഗ്, 163 ഫോർ റീഡിംഗ്, 170 ഫോർ റൈറ്റിംഗ്, 179 ഫോർ സ്പീക്കിംഗ്. അപ്പം ഇങ്ങനെയാണ് 2025 ഓഗസ്റ്റ് 7 തൊട്ട് അല്ലെങ്കിൽ അതിനുശേഷം എഴുതുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുന്ന ആൾക്കാർക്ക് വേണ്ട സ്കോർ. ഇനി നിങ്ങൾ എക്സാം എഴുതിയത് 6th of August 2025 മുമ്പായിരുന്നെങ്കിൽ നിങ്ങളുടെ IELTS സ്കോർ എല്ലാ മൊഡ്യൂളിനും 6, OETക്ക് എല്ലാ മൊഡ്യൂളിനും B, അതുപോലെ C1 അഡ്വാൻസ്ഡ് ടെസ്റ്റിന് എല്ലാ മൊഡ്യൂളും 169, PTE അക്കാഡമിക്കിന് എല്ലാ മൊഡ്യൂളിനും 50, അതേപോലെ TOEFLന് 12 ഫോർ ലിസണിംഗ്, 13 ഫോർ റീഡിംഗ്, 21 ഫോർ റൈറ്റിംഗ് ആൻഡ് 21 ഫോർ സ്പീക്കിംഗ്. ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രീവിയസ് സ്കോറുകൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോമ്പീറ്റന്റ് ഇംഗ്ലീഷിന്റെ പുതുക്കിയ സ്കോറും അതേപോലെ തന്നെ ആഡ് ചെയ്ത ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ വിവരങ്ങളും. ഇനിയിപ്പോൾ പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷിനും സുപ്പീരിയർ ഇംഗ്ലീഷിനും വേറെ വേറെ സ്കോറുകളാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.